പ്രതിഭകൾ ഒന്നിക്കുന്ന ഈ മഹാമത്സരവേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമൃത വിശ്വവിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFE. കേരളത്തിലെ ആദ്യത്തെ സബ് ജൂനിയർ ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ടീം എനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. വ്യാസവിദ്യാപീഠം ഫ്രം പാലക്കാട്. ടീം ബി GNUPS നരിക്കോട് ഫ്രം കണ്ണൂർ. ടീം സി SHUPS ചുള്ളിമാനൂർ ഫ്രം ട്രിവാൻഡ്രം. ടീം ഡി ഹരിശ്രീ വിദ്യാനിധി ഫ്രം തൃശൂർ. അപ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തോ. ടീം എ ഗായത്രി ഫ്രം വ്യാസവിദ്യാപീഠം. ദക്ഷ KS ഫ്രം വ്യാസവിദ്യാപീഠം. ടീം ബി എന്റെ പേര് ധ്യാൻകൃഷ്ണ KK, GNUPS നരിക്കോട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കണ്ണൂർ. എന്റെ പേര് നിളാലക്ഷ്മി, ഞാൻ GNUPS നരിക്കോട് പഠിക്കുന്നു, 7ാം ക്ലാസ്. ടീം സി എന്റെ പേര് ഈശ്വരം വിനയൻ, SHUPS ചുള്ളിമാനൂർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി. എന്റെ പേര് രജൻ രാജ്, ഞാൻ SHUPS ചുള്ളിമാനൂർ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി. ടീം ഡി ഞാൻ സന സഹിത റോഷിദ്, ഹരിശ്രീ വിദ്യാനിധിയിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ മാൽവിക മധു, ഞാൻ ഹരിശ്രീ വിദ്യാനിധിയിൽ 4th സ്റ്റാൻഡേർഡ് B ഡിവിഷനിൽ പഠിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സബ് ജൂനിയർ കാറ്റഗറി ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗെയിമിഫൈഡ് ക്വിസിംഗിലൂടെ കേരളത്തിന്റെ വിജ്ഞാന പാരമ്പര്യത്തിന് പുതിയ മാനം നൽകിയ നമ്മുടെ ക്വിസ് മാൻ, ലെറ്റ്സ് വെൽക്കം സ്നേഹിത് സർ. നമ്മുടെ റൗണ്ട് 1ലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. റൗണ്ട് 1 ഓറ ഫാമിംഗ്. ഏഷ്യയിൽ തന്നെ ആദ്യമായി സബ് ജൂനിയർ കാറ്റഗറിയിൽ ഔദ്യോഗിക ക്വിസിംഗ് ചാമ്പ്യനെ കണ്ടെത്തുന്ന സംസ്ഥാനമായി മാറാൻ പോകുന്നു കേരളം. ഈ ക്വിസിലെ ഒന്നാമത്തെ റൗണ്ടായ ഓറ ഫാമിംഗിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചില വാക്കുകൾ, ഒന്ന് റിക്കീഷി, വേറെ ഒന്ന് ഗിയോജി, ഇതൊക്കെയാണ്. ഇത് റെഫറിയെ സൂചിപ്പിക്കുന്നു. ദോഹ്യോ എന്ന് പറഞ്ഞാൽ റിംഗ് ആണ്. ഇതിലുള്ള റാങ്കുകൾ ഒസേക്കി, സെക്കിവാക്കെ, കൊമുസുബി, ഇതൊക്കെയാണ് ഇതിലെ പല പല റാങ്കുകൾ. ഇനിയും വേറെ റാങ്കുകൾ ഉണ്ട്. ടീം എയോടുള്ള ചോദ്യമാണ് BCD. നിങ്ങൾക്ക് 100% ഷുവർ ആണെങ്കിൽ ഇപ്പൊ ബസർ പ്രസ് ചെയ്ത് ഉത്തരം എൻ്റർ ചെയ്യാം. സോ ദക്ഷയും ഗായത്രിയുമാണ് ഈ ക്വിസിലെ ആദ്യത്തെ ആൻസർ പറയാൻ പോകുന്നത്. എന്താണ് ആ ആൻസർ? ഏത് കളി? കുങ്ഫു. കുങ്ഫു എന്നാണ് പാലക്കാട് നിന്നും ദക്ഷയും ഗായത്രിയും പറയുന്നത്. സൂപ്പർ ആൻസർ. പക്ഷേ ശരി ഉത്തരമല്ല. നല്ല ആൻസർ. കണ്ണൂർ ടീം, എന്താണ് നിങ്ങളുടെ ആൻസർ? ജൂഡോ. ജൂഡോ, അനദർ ഗുഡ് ആൻസർ. വെൽ ഡൺ. നല്ല ഉത്തരങ്ങളാണല്ലോ. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ട്രാക്കിലാണ് പോണത്. ടീം സി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. സുമോ. സുമോ, എന്താണ് സുമോ എന്ന് പറഞ്ഞാല്? ജപ്പാന്റെ ദേശീയ കായിക വിനോദം. സുമോ എന്ന് മാത്രമാണോ പറയാ? സുമോ റെസ്ലിംഗ്. Beautifully done this time. Sumo wrestling. Well done. Here comes your question on your screen. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഈ പുസ്തകത്തിന്റെ പേര് ചൂരൽ മല എന്നാണ്. നമ്മുടെ ചോദ്യം വളരെ എളുപ്പമാണ്. കേരളം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു പേരാണ് ചൂരൽ മല. അതിന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് ആ കാരണം ഇപ്പോൾ പറയണ്ട. എനിക്ക് പറഞ്ഞു തരേണ്ടത് കേരളത്തിലെ ഒരു ജില്ലയുടെ പേരാണ് ചൂരൽ മല. ടീം ബി ബസർ പ്രസ് ചെയ്തു. സി ബസർ പ്രസ് ചെയ്തോ? യെസ്. എ ബസ് പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്തോളൂ. യെസ്. ഇനി സനയും മാൽവികയും എന്താണ് പറയുന്നത് നോക്കാം. Sir, we have a guess, Yes. but we're not sure. Wayanad? Is it Wayanad? വയനാട് എന്നുള്ളൊരു ഗസ് അടിച്ചോ നിങ്ങൾ? എന്തുകൊണ്ടാണ് വയനാട് വരാൻ കാരണം? Because it's often in the news. ഫോർ വാട്ട് റീസൺ? Landslides. ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡ്, വെള്ളപ്പൊക്കം ഒക്കെ നടന്ന ചൂരൽമലയിലായിരുന്നോ? ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ടീം ഡി. വയനാട് ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ ടീം എയും ബിയും സിയും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നോക്കാം. വയനാട്, വയനാട്, വയനാട്. പെർഫെക്റ്റ്. 100, 100, 100, 100. ക്വസ്റ്റ്യൻ നമ്പർ 3. ഡൈനോസറിന്റെ പേര് സ്റ്റാൻ എന്നാണ്.
കാലിഫോർണിയയിലെ ഒരു കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് സ്റ്റാനിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് ഒറിജിനൽ അല്ല, ഇതിന്റെ ഒരു റെപ്ലിക്കയാണ്. ഈ കമ്പനി ഏത് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഈ കമ്പനി കണ്ടെത്താൻ സ്റ്റാൻ മാത്രമൊന്നുമല്ല, വേറെയും ക്ലൂ ഉണ്ട്. 40 വർഷത്തിൽ കൂടുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്ത ആളുകളെ വിളിക്കുന്നത് ഗ്രേഗ്ലർ എന്നാണ്. ഈ കമ്പനിയുടെ പഴയ എംപ്ലോയീസിന്, അതായത് ഈ കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോയ ആളുകളെ വിളിക്കുന്നത് സൂഗ്ലർ എന്നാണ്. പെറ്റ് ഡോഗ്സുമായി കമ്പനിയിലേക്ക് വരുന്ന ആളുകളെ വിളിക്കുന്നത് ഡൂഗ്ലർ എന്നാണ്. ഏതാണ് ഈ പ്രശസ്തമായ കമ്പനി എന്നാണ് ചോദ്യം. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ടീം സി ബസർ ചെയ്യുന്നു, ടീം ബി ബസർ ചെയ്യുന്നു, ടീം ഡി യു നോട്ട് ബസറിംഗ്. വിച്ച് ഫേമസ് കമ്പനി ആർ വി ടോക്കിംഗ് അബൌട്ട്? അതാണ് ചോദ്യം. ലുക്ക് അറ്റ് ദ വേർഡ്സ് കെയർഫുള്ളി. യെസ്, ഗോ ഫോർ ഇറ്റ്. വെൽ ഡൺ. വിച്ച് വേൾഡ് ഫേമസ് കമ്പനി ആർ വി ടോക്കിംഗ് അബൌട്ട്? ദക്ഷ ആൻഡ് ഗായത്രി, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം? വിച്ച് ഫേമസ് കമ്പനി? ഗൂഗിൾ. Brilliant answer. That is the right answer. And we have teams B, C and D entering the answers. എവിടെ ഉത്തരങ്ങൾ? ഗൂഗിൾ, ഗൂഗിൾ, ഗൂഗിൾ. ടൈറ്റ് ഫൈറ്റ്. എന്തൊരു കോമ്പറ്റീഷൻ ആണെന്ന് നോക്കൂ. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം. 4th question in this round. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരു ലേഡിയെയാണ്. ഇവരൊരു സയന്റിസ്റ്റ് ആയിരുന്നു. ഇവരുടെ പേര് മിലേവ എന്നാണ്, മിലേവ മാരിക് എന്നാണ്. നിങ്ങൾ അടുത്ത ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഇവരുടെ മകനെയാണ്. മകന്റെ പേര് ഹാൻസ് എന്നാണ്. ഹാൻസ് എന്ന് മാത്രമല്ല, ബാക്കിയുണ്ട്. ബാക്കി മകന്റെ പേരിന്റെ ബാക്കി ഭാഗങ്ങളും ഉണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ആരായിരുന്നു ഹാൻസിന്റെ പ്രശസ്തനായ പിതാവ്? മിലേവയുടെ ഭർത്താവ് ആരായിരുന്നു? ഗോ ഫോർ ഇറ്റ്. ആദ്യത്തെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. മതിയോ? മതി. സോ നൗ കണ്ണൂരിൽ നിന്നും വന്ന ധ്യാൻ കൃഷ്ണയും നീലാലക്ഷ്മിയും പറയാൻ പോകുന്ന ഉത്തരം. ആരാണ് ആ സയന്റിസ്റ്റ്? തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. ഞാൻ കൺട്രി പറഞ്ഞിരുന്നെങ്കിൽ ഏത് കൺട്രി ആയിരിക്കും ഞാൻ പറയുക? അമേരിക്ക. അമേരിക്ക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആൻസർ ആണ് പറയുക? ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ആരെ പറയും? എഡിസൺ. അപ്പൊ അമേരിക്ക ആണെങ്കിലോ? അമേരിക്ക ആണെങ്കിൽ എഡിസൺ പറയും. ഇംഗ്ലണ്ട് ആണെങ്കിൽ ന്യൂട്ടൺ പറയും. ദേ നോ ഇറ്റ് അല്ലേ? പക്ഷേ ഇത് എഡിസണുമല്ല ന്യൂട്ടണുമല്ല. സോ ടീം സി തിരുവനന്തപുരം, നിങ്ങൾക്ക് പറയാം. ഈശ്വരനും രജൻ രാജനും പറയാം. ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഫ്രം വിച്ച് കൺട്രി? ജർമ്മനി. നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കുന്നതിന് മുൻപ് ടീം ഡി സനയും മാൽവികയും എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ സ്ക്രീൻ പ്ലീസ്. ഐൻസ്റ്റീൻ എന്നാണ് നിങ്ങൾ എൻ്റർ ചെയ്തത്. റൈറ്റ് ആൻസർ. 100 and 100. ഒന്നാമത്തെ റൗണ്ടോടെ സമാപിക്കുന്നു. Let's move on to round 2. It's clean sweep. 200 പോയിന്റുകൾ, 200 points you can score in every question. So 4 ചോദ്യങ്ങൾ, 800 പോയിന്റുകൾ. വളരെ ചെറിയ നെഗറ്റീവ് പോയിന്റേ ഉള്ളൂ, -50 ഓൺലി. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു ബി വെരി ക്വിക്ക് ഇൻ എൻട്രിങ്. ഹിയർ വി ഗോ. ക്വസ്റ്റ്യൻ നമ്പർ 5. സോ ഈ ചോദ്യത്തിന് ആരൊക്കെയാണ് ആൻസർ എൻ്റർ ചെയ്യുന്നത്? പ്രസ് ദ ബസേഴ്സ്. ടീം സി, ടീം ഡി, ടീം എ, ടീം ബി. 4 ടീമുകളും എൻ്റർ ചെയ്യുന്നു. സോ പ്ലീസ് എൻ്റർ യുവർ ആൻസേഴ്സ്. 4 ടീമുകളും എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദ്യമൊന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ചിത്രം കണ്ട അടുത്ത സെക്കൻഡിൽ 4 ടീമും ബസർ ചെയ്തു. സോ എൻ്റെ ചോദ്യം ഇതായിരുന്നു. ദീസ് ആർ ബ്രെയിൻ റോട്ട് ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സിന്റെ 2 ക്യാരക്ടേഴ്സിന്റെയും പേരിന് ഒരു റീസണും ലോജിക്കും ഒക്കെ ഉണ്ട് ഈ ക്യാരക്ടേഴ്സിന്. ഏതെങ്കിലും ഒരു ടീം ആൻസർ പറയട്ടെ നമുക്ക്. 4 ടീമിന് ആൻസർ പറയണം. സോ ഫസ്റ്റ് ക്യാരക്ടർ ആര് എന്ന് നമുക്ക് യങ്ങസ്റ്റ് ഒരു ക്യാരക്ടറിന്റെ പേര് ടീം ഡി പറയും. ദാറ്റ് ഈസ് 1 ക്യാരക്ടർ. അടുത്ത ക്യാരക്ടറിന്റെ പേര് പറയൂ. എ ബി സി ഒരുമിച്ച് പറയും. നിങ്ങൾ മൈക്കിലൂടെ പറയൂ. റൈറ്റ് ആൻസർ. 4 ടീമുകളും ആൻസർ ശരിയാക്കിയിരിക്കുകയാണ്. 4 ടീമുകളും എൻ്റർ ചെയ്ത ഉത്തരം ട്രാലാലേരോ ട്രാലാലയും ബൊമ്പാഡിറോ ക്രൊക്കോഡിയിലെയുമാണ്. 200 ടു ടീം എ, 200 ടു ടീം ബി, 200 ടു ടീം സി, 200 ടു ടീം ഡി. സ്കോർ ഒന്ന് നോക്കിയാലോ, ഒരു ലൈവ് സ്കോർ. 400 to team A, 400 to team B, 600 to team C, 500 to team D. Now this is question number 6. കോവിൽപ്പട്ടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് നിർമ്മിക്കുന്ന ഒരു സ്വീറ്റ്, ആ സ്വീറ്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കോവിൽപ്പട്ടി ഇൻ തമിഴ്നാട് ഈസ് ഫേമസ് ഫോർ ദിസ് സ്വീറ്റ്. ഈ മിഠായി എന്ത് മിഠായി എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഒരുവിധം എല്ലാ കടയിലും ഇത് കിട്ടും. ഈവൻ ബേക്കറിയിൽ പോലും പോകേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന ഈ സ്വീറ്റ് ഏതാണ്? കാരണം അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലും അത് അത്രയും സ്വീറ്റ് ആക്കുന്നു എന്നാണ് പറയുന്നത്.
ടീം എ ബി സി. നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉത്തരം എൻ്റർ ചെയ്യാം. ആദ്യം ബസർ പ്രസ് ചെയ്യണം. ആരൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്? 200 പോയിന്റ്സ് ട്രൈ ചെയ്യുന്നു. ബി, ഡി, എ പോകുന്നുണ്ടോ? എയുടെ ബസർ യെസ്. 4 ടീമുകളും പോകുന്നു. 4 ടീമുകളും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഉത്തരമെന്ന് നോക്കാം. ടീം എ എൻ്റർ ചെയ്തത് ജിലേബി എന്നാണ്. ബി എൻ്റർ ചെയ്തത് കടലമിഠായി എന്നാണ്. ടീം സി എൻ്റർ ചെയ്തത് കോട്ടൺ കാൻഡി എന്നാണ്. ഡി എൻ്റർ ചെയ്തത് കേസരി എന്നാണ്. ഏതാണ് ശരി ഉത്തരം? കോവിൽപ്പെട്ടി ഈസ് ഫേമസ് ഫോർ കടലമിഠായി. ഇസ് ദ റൈറ്റ് ആൻസർ. ചിക്കീസ്. So they are getting it right this time. Kannur, Dhyan Krishna and Nila. Moving to question number 7. അറിയുമെങ്കിലുടനെ ബസർ ചെയ്യാം. യു ജസ്റ്റ് നീഡ് ടു ഐഡന്റിഫൈ ദ ആനിമൽ ദാറ്റ് യു ആർ സീയിങ് ഇൻ ദിസ് വീഡിയോ. ഇതൊരു വീഡിയോ ആണ്. ഈ ആനിമലിനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ബസർ പ്രസ് ചെയ്യണം ആദ്യം. ബസർ പ്രസ് ചെയ്തിട്ടേ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. പുറകെ ഓടുന്നത് അതാണ്. യെസ്, എ ബി സി ഡി 4 ടീമുകളും. യെസ്, സബ്മിറ്റ്. ഓൾറൈറ്റ്, എൻ്റർഡ് ആൻഡ് സബ്മിറ്റഡ്. 4 ടീമുകളും ആൻസർ എൻ്റർ ചെയ്തു. ഏതാണ് ഈ ആനിമൽ എന്ന് നോക്കാം. കൊമാഡോ ഡ്രാഗൺ എന്നാണ് പാലക്കാട് ജില്ല എൻ്റർ ചെയ്ത ഉത്തരം. ടീം ബി ഉത്തരം എൻ്റർ ചെയ്തത് ഈനാംപേച്ചി എന്നാണ്. ടീം സി ഉത്തരം കൊമാഡോ ഡ്രാഗൺ ആണ്. ടീം ഡി കൊമാഡോ ഡ്രാഗൺ. ഇന്തോനേഷ്യയിലെ ഒരു പ്രത്യേക ദ്വീപിൽ മാത്രം കാണുന്ന കൊമാഡോ ഡ്രാഗൺ എന്നാണ് 3 ടീമുകളും പറയുന്നത്. നമുക്ക് ഇതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. കൊമാഡോ ഡ്രാഗൺ എന്ന് പറയുന്ന ജീവിയാണിത്. 200 to team A, 200 to team C, 200 to team D, -50 to team B. Question number 8. ഷെഫ്സിനെ കണ്ടിട്ടില്ലേ എന്തൊരു ഹാറ്റ്സ് ഇട്ടിട്ട്? ഇതിന്റെ പിന്നിലൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഈ തൊപ്പിയിൽ 100 ഫോൾഡ്സ് ആണെന്നാണ്. 100 മടക്കുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പരമ്പരാഗതമായി ഇപ്പോഴുള്ള പല ഷെഫ്സിന്റെ തലയിലൊന്നും 100 മടക്കുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇതിന്റെ കഥ അങ്ങനെയാണ്. 100 മടക്കുകളാണുള്ളത്. ആ 100 മടക്കുകൾ എന്തോ ഒരു സാധനം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന 100 ഡിഷസിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. എന്ത് സാധനം? യൂസിങ് വാട്ട് എന്നാണ് ചോദ്യം. എ ബി ഡി. നിങ്ങൾ ബസർ പ്രസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? യെസ്. ടീം ഡി ഓൾസോ പ്രസിംഗ്. എ പ്രസിംഗ്. ബി ട്രൈ ചെയ്യുന്നുണ്ടോ? ബി ടേക്കിംഗ് ദ റിസ്ക്. അല്ല, നോട്ട് ടേക്കിംഗ് ദ റിസ്ക് അല്ലേ? സാറില്ല. എ സി ആൻഡ് ഡി. എൻ്റർ യുവർ ആൻസേഴ്സ്. കളർ ഈസ് എ ക്ലൂ. 4 ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് നോക്കാം. ആൻസേഴ്സ് പ്ലീസ്. ഫ്ലോർ, കോക്കനട്ട്, എഗ്, സാൾട്ട്. എഗ്, കോഴിമുട്ട ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന. എ ബി ആൻഡ് ഡി ഗെറ്റിംഗ് എ -50 ആൻഡ് ടീം സി ഗെറ്റിംഗ് എ 200 ഓൺ ദാറ്റ്. അങ്ങനെ 2 റൗണ്ടുകൾ ഇവിടെ പൂർണ്ണമാവുന്നു. Thank you so much, Sneha sir, for conducting first 2 rounds. So let us check the scoreboard now. Team A 500 points. Team B 500 points. Team C 950 points. Team D 600 points. ലിഞ്ചു സച്ചി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Round 3, snap it. മൂന്നാമത്തെ റൗണ്ട് ബസറിലാണ്. കംപ്ലീറ്റ്ലി ശരിയുത്തരങ്ങൾക്ക് 100 പോയിന്റ് ലഭിക്കും. ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 50 പോയിന്റ് നഷ്ടപ്പെടും. അപ്പോൾ ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ശരിയുത്തരം അറിയുമെങ്കിൽ ബസർ പ്രസ് ചെയ്യുക, ഉത്തരം പറയുക, 100 മാർക്ക് വാങ്ങിക്കാം. മൂന്നാമത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം. ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ചരമദിനം കേരളത്തിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ടീം സി, ടീം ഫ്രം ട്രിവാൻഡ്രം. PN പണിക്കർ. PN പണിക്കർ. എന്റെ ചോദ്യം നിങ്ങൾ കേട്ടോ. ഞാൻ എന്തായിരുന്നു ചോദിച്ചത്? അദ്ദേഹത്തിന്റെ ചരമദിനം. അൺഫോർച്ചുനേറ്റ്ലി -50 ടു ടീം സി. രണ്ടാമതും ബസർ അടിച്ചത് ടീം സി തന്നെയാണ്. നിങ്ങൾക്ക് വീണ്ടും ഉത്തരം പറയാം. വായനാ ദിനം. ജൂൺ 19 ഇദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. റൈറ്റ് ആൻസർ. സോ 100 പോയിന്റ്സ് ടു ടീം സി. റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട് സ്ക്രീനിൽ. അതിലൊരു മാപ്പ് കാണുന്നുണ്ട്. അതിൽ 2 സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ജനീവയാണ്, മറ്റേത് മെൽബൺ. മെൽബണിലാണ് ഈ ഒരു ക്യാമ്പയിൻ. എനിക്കൊരു ക്യാമ്പയിനാണ് വേണ്ടത്. എന്തുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മെൽബണിലാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് 2007. ജനീവയാണ് ഇപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം വരുന്നത്. സോ എന്ത് ക്യാമ്പയിൻ? നിങ്ങൾ അവിടെ ഒരു അബ്രിവിയേഷൻ കാണുന്നുണ്ട്, ICAN. ഓക്കെ, അതിൽ I എന്ന് പറയുന്നത് ഇന്റർനാഷണൽ, C ഫോർ ക്യാമ്പയിൻ, A ഫോർ അബോളിഷിംഗ് അല്ലെങ്കിൽ അബോളിഷ്മെന്റ് ഓഫ് വാട്ട്.
ലോകത്തിൽ എന്തോ ഒന്ന് ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ. സോ ടീം സി ട്രിവാൻഡ്രം, എന്താണ് നിങ്ങളുടെ ഉത്തരം? ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസ്, N for ന്യൂക്ലിയർ വെപ്പൺസ്, അതാണോ? അത് റൈറ്റ് ആൻസർ. ഫുൾ 100 points ടു ടീം സി. മത്സരത്തിലെ 11ാമത്തെ ചോദ്യം. നിങ്ങളുടെ സ്ക്രീനിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഇഡ്ലി പൗഡർ, പുട്ടുപൊടി, പത്തിരിപ്പൊടി, ഗോതമ്പ് പൊടി, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന സംഘടന അല്ലെങ്കിൽ കമ്പനി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അഗൈൻ ടീം സി ഓൺ ദ ബസ്. കുടുംബശ്രീ. കുടുംബശ്രീ. എന്തുകൊണ്ട് കുടുംബശ്രീ? എങ്ങനെയാണ് എത്തിയത്? ഇഡ്ലി പൗഡറിലെ ലോഗോ. ഒരു ലോഗോ കാണുന്നുണ്ട്, കുടുംബശ്രീയുടെ ലോഗോ ആണോ? ആണ്. That's the right answer. Absolutely right. That is കുടുംബശ്രീ. Okay, full 100 points to team C. അവസാനത്തെ ചോദ്യം ഈ റൗണ്ടിലെ. മെമോനി, ദിണ്ടിഗൽ, കൊൽക്കത്ത, ലക്നൗ, ഹൈദരാബാദ്, അമ്പൂർ, മുഗളായി, കാശ്മീരി, അവധ്. ഇതൊക്കെ എന്തോ ഒരു സാധനത്തിന്റെ വിവിധ വെറൈറ്റീസ് ആണ്. വെറൈറ്റീസ് ഓഫ് വാട്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ടീം എ ബിരിയാണി. ബിരിയാണിയാണോ? Absolutely right answer. So 100 points to team A. 3 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് സ്കോർ അറിയാനായി ജൂലിയറ്റിനെ സ്വാഗതം ചെയ്യാം. സ്കോർ ബോർഡിലേക്ക് പോവാം. ടീം എ 600 points, ടീം ബി with 500 points, ടീം സി 1200, ടീം ഡി it's 600 points. Now we would like to invite Sneha sir on stage. Moving on to round 4, plot twist. Fingers on buzzers. Question number 1. കുക്കൂർ തിഹാർ എന്ന് പറഞ്ഞ ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. There's a festival in this country dedicated to thanking dogs for their loyalty. മനുഷ്യരോട് ഏറ്റവും അധികം വിശ്വസ്തതയും കൂറും പുലർത്തുന്ന നായ്ക്കളെ ആദരിക്കാനുള്ള ഒരു ദിവസം. തിഹാർ ഫെസ്റ്റിവൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവർ ഈ രാജ്യക്കാരാണ് ഇത് ചെയ്യുക. കാരണം ആ ദിവസം നായ്ക്കൾക്ക് പ്രത്യേക ഭക്ഷണം കൊടുക്കും, മാലയിട്ട് നെറ്റിയിൽ കുങ്കുമം തൊട്ട് അവരോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കും. വിച്ച് കൺട്രി, ഏത് രാജ്യമാണ് ഇത് ചെയ്യുക എന്നാണ് ചോദ്യം. ബസറിൽ ആദ്യം പ്രസ് ചെയ്തത് ടീം എ പാലക്കാടാണ്. നിങ്ങൾക്ക് എത്ര പോയിന്റിന് വേണ്ടിയിട്ടാണ്? എത്ര പോയിന്റ്? 100 points ആണ് ടീം എ എടുത്തത്. ടീം ബി, സി, ഡി എത്ര പോയിന്റിന്? ടീം സി ബസർ പ്രസ് ചെയ്യുന്നു. തിരുവനന്തപുരം 150 അവരത് എടുത്തു. സോ എ, ബി, സി, ഡി. നിങ്ങൾ എ വീണ്ടും ബസർ പ്രസ് ചെയ്യുന്നു. പാലക്കാട് എത്ര? 200. നല്ല കൈയടി കൊടുക്കും. ഏത് രാജ്യം? നേപ്പാൾ. നേപ്പാൾ. വാട്ട് മേഡ് യു സേ നേപ്പാൾ? I just heard it somewhere. Somewhere you heard it. Nepal does something like this. അല്ലേ? Big round of applause to team A. This is Nepal. 200 points. Question number 2. ഇത് ഗൂഗിൾ ഡൂഡിലിനെ കുറിച്ചാണ്. നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ ഗൂഗിളിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ആ ആനിമേഷനാണ് ഗൂഗിൾ ഡൂഡിൽ. ആദ്യമായി ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഡൂഡിൽ വന്നത് 2001 മാർച്ച് 9. ആ ഡേറ്റിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡൂഡിൽ ഫോർ എൻ ഇന്ത്യൻ ഫെസ്റ്റിവൽ. ആ ഡൂഡിൽ ഫീച്ചർ ചെയ്തത് ഇന്ത്യയിലെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഫെസ്റ്റിവൽ ഒന്നാണ് ഇത്. ടീം ബി ബസർ പ്രസ് ചെയ്യുന്നു. കണ്ണൂർ എത്ര പോയിന്റുകൾ? 200. So that's it. ലോക്ക് ചെയ്ത് കളഞ്ഞു. ഏതായിരിക്കും ഈ ഉത്സവം? ഹോളി എന്ന ഫെസ്റ്റിവൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേടുന്നു 200 points. Question number 15. എന്റെ ചോദ്യം ഒരു മത്സ്യത്തെ കുറിച്ചാണ്. ഒരു മീൻ, ഒരു ഫിഷ് ആണ്. ഈ ഫിഷിന്റെ സയന്റിഫിക് നെയിം ഇട്രോപ്ലസ് സുററ്റൻസിസ് എന്നാണ്. ഏത് മീനിന്റെ ശാസ്ത്രീയ നാമം ആണ് ഇട്രോപ്ലസ് സുററ്റൻസിസ്? ഈ മീൻ ഗുജറാത്തിന്റെ സ്റ്റേറ്റ് ഫിഷ് എന്നുള്ള നിലയ്ക്ക് അല്ല നമ്മൾ അറിയുന്നത്. യെസ്. ടീം സി എത്ര പോയിന്റുകൾക്ക്? 200. ലോക്കിംഗ് ഇറ്റ്. ഏത് മീനാണ്? വിച്ച് ഫിഷ് ആർ വി ടോക്കിംഗ് അബൌട്ട്? ഇട്രോപ്ലസ് സുറാറ്റൻസിസ്. ടീം സി കരിമീൻ. കരിമീൻ ഇംഗ്ലീഷിലെ ഇട്രോപ്ലസ് സുറാറ്റൻസിസ് എന്നാണോ പറയാ? അല്ല, പേൾ സ്പോട്ട് എന്നാണ് പറയാ കരിമീന്. അതിന്റെ സയന്റിഫിക് നെയിം പക്ഷേ ഇട്രോപ്ലസ് സുറാറ്റൻസിസ്. റൈറ്റ് ആൻസർ. So 200 to team Tiruvandhuram. Moving to the last question in this quiz.
ചിത്രത്തിൽ കാണുന്ന വ്യക്തിയുടെ പേര് ജോൺ ഓസലിവൻ എന്നാണ്. ഇദ്ദേഹമാണ് ഈ ടെക്നോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് ദിസ് ടെക്നോളജി എന്നറിയപ്പെടുന്നത്. CSIRO ഓസ്ട്രേലിയയാണ് ഈ ടെക്നോളജിക്ക് പേറ്റന്റ് എടുത്ത ആദ്യത്തെ ഓർഗനൈസേഷനിൽ ഒന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടെക്നോളജി, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ദ ടെക്നോളജി ദാറ്റ് കണക്ട് ഡിവൈസസ്. ടു കണക്ട് ഡിവൈസസ്. ആദ്യം ബസർ ചെയ്തിരിക്കുന്നത് ടീം ഡി ആണ്. എത്ര പോയിന്റുകൾ? 200. ഫോർ ഇറ്റ് ആൻസർ ടീം ഡി. ഇന്റർനെറ്റ്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ജോൺ ഓ സലിവൻ. ദാറ്റ് വാസ് എ ഗുഡ് ആൻസർ ബട്ട് നോട്ട് ദ പെർഫെക്റ്റ് ആൻസർ. നോട്ട് ഫാദർ ഓഫ് ഇന്റർനെറ്റ്. ഞാൻ പറഞ്ഞ ക്ലൂ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങൾ ഒരു ഇന്റർനെറ്റ് ആക്ച്വലി ഇറ്റ്സ് എ ക്ലൂ ടു ഐഡന്റിഫൈ ദിസ് ടെക്നോളജി. യെസ്. ടീം സി ട്രിവാൻഡ്രം ഗോയിങ് ഫോർ ഇറ്റ്. എത്ര പോയിന്റുകൾ? 50. സേഫ് പ്ലേ സ്ട്രാറ്റജി. വെറുതെ പോയിന്റ് കളയേണ്ട ആവശ്യമില്ല. ടീം ബി എത്ര പോയിന്റുകൾ? 200. ലോക്കിംഗ് ഇറ്റ്. സോ കണ്ണൂർ. വൈഫൈ എന്ന് പറയാൻ എന്താണ് പെട്ടെന്ന് കാരണം? കാരണം എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് കാരണം. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. കാരണം എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് വൈഫൈ. റൈറ്റ് ആൻസർ. ടീം ബി 200 പോയിന്റ്സ്. വെൽ പ്ലേഡ്. ഒന്നാമത്തെ സെമി ഫൈനലിൽ നിന്നും ഗ്രാൻഡ് ഫിനാലയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആ ടീം ആരാണെന്ന് അറിയാനും ഈ ടീമുകളുടെ ടോട്ടൽ പെർഫോമൻസ് എത്ര പോയിന്റുകൾ ഓരോ ടീമുകളും നേടിയെന്ന് അറിയാനും ഓവർ ടു ജൂലിയറ്റ്. സോ നമുക്ക് സ്കോർ ബോർഡ് നോക്കാം. ടീം എ 800 points, ടീം ബി 900 points, ടീം സി 1400 points, ടീം ഡി it's 400 points. So ഏറ്റവും ബഹുമാനത്തോടെ I would like to invite Senior Advocate High Court of Kerala, former Assistant Solicitor General of India, President of Kerala CBC Management Association, please sir, TPM Ibrahim Khan on stage. And now I would like to invite Linju sir. ഇബ്രാഹിം സാറിന് മെമെന്റോ കൊടുത്ത് ആദരിക്കുന്നതിനായി I would like to invite the Deputy Creative Head Amrita TV, Ajayan K. Nair sir, please. ഹരിശ്രീയിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ട് കൊടുക്കുമ്പോൾ അവിടെ തുടങ്ങുകയാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. കാരണം പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത മേഖലകളെക്കുറിച്ചാണ് നമ്മുടെ യഥാർത്ഥമായി ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് ഈ അമൃത TVയുടെ മഹാസംരംഭം കേരളത്തിന് മാതൃകയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. First I would like to invite Team A, Vyasavidyapeetham, Palakkad, Daksha KS and Gayatri V. Team B, GNU UPS Narikot from Kannur, Dhyan Krishna KK and Nila Lakshmi K. Team D, Harishri Vidyanidhi from Trishur. It's Sana Sahita Roshid and Malvika Madhu. Team C, getting into the finale, SHUPS Tullimanur from Trivandrum. It's Ishwar M. Vinayan and Regan Raj RN. And now നമ്മുടെ എപ്പിസോഡ് നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അമൃത വിശ്വവിദ്യാപീഠം IQA State Pacing Championship Season 2 co-powered by KSFE. Next episode ആയിട്ട് നമ്മൾ കാണുന്നവരെ it's bye from State Pacing Championship Season 2. Bye.